രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന ലോക്പോൾ സർവേയുടെ റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ട് ആദ്യമായിട്ട് തന്നെ പുറത്തിറക്കിയത് ലോക്പോൾ സർവേയുടെ റിപ്പോർട്ട് എന്ന രീതിയിൽ തന്നെയാണ്. ആദ്യ ഘട്ടത്തിലൊന്നും ഇത് BJP അനുകൂലമായിരിക്കുന്ന NDA മുന്നണി ഇത് അംഗീകരിച്ചിട്ടില്ല. പല മീഡിയകളും ഇതിനെ വിമർശിച്ചു. അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിരുന്നത്. എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ലോക്പോൾ സർവേയുടെ റിപ്പോർട്ട് ഏറെക്കുറെ ശരിയാണ് എന്നുള്ള ഒരു അംഗീകാരം വ്യത്യസ്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയും വന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കുന്ന ഇന്ത്യ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യം കൂടിയായിരിക്കുന്ന ഇന്ത്യയിലുള്ള ഒരു ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 10 വർഷത്തോളം ഇന്ത്യയിൽ ഭരിച്ചിരിക്കുന്ന NDA മുന്നണി അത് തന്നെ തുടരുമെന്ന് അവരും 400ഓളം സീറ്റുകൾ ലഭ്യമാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് ഇന്ത്യക്കാരും ഇന്ത്യയുടെ വോട്ടർമാരും ഇപ്പോൾ ചിന്തിക്കുന്നത്? ഭരണമാറ്റമോ അല്ലെ ഭരണ തുടർച്ചയോ? ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ, രാഷ്ട്രീയപരമായിട്ട് ഇടപെടലും യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഗുണപരമായിരിക്കുന്ന പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളോടുള്ള സംബോധനത്തിന്റെ ഭാഗമായിട്ടാണ് ലോക്പോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് കാണുന്ന മോഡിയോട് കൂടിയിട്ടുള്ള ആ ത്രസിപ്പൊന്നും യഥാർത്ഥത്തിൽ സാധാരണക്കാരായിരിക്കുന്ന ഗ്രാമീണ മേഖലയൊന്നും ഇല്ല എന്നുള്ളതും വർഗീയപരമായിരിക്കുന്ന കുറെ ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ഒരു വലിയ ഒരു പിന്തുണ പല ഘട്ടങ്ങളിലും ഇന്ത്യയിലെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയക്കാരും അതേ വ്യവസായികളും സമ്പന്നരും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ ശബ്ദങ്ങളും അവരുടെ നിലപാടുകളും പുറത്ത് അറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതും അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതുമാണ് ഈ ലോക്പോൾ സർവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുന്നത്. അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ എത്രത്തോളം ശതമാനം ഭൂരിപക്ഷം കുറയുന്നുണ്ടോ, കേരളം കർണാടക പോലെയുള്ള പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലെയുള്ള ഭാഗങ്ങളിൽ എത്രത്തോളം വോട്ടിന്റെ ശതമാനം കുറയുന്നുണ്ടോ അത്രത്തോളം അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഏപ്രിൽ 19 നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 74% വോട്ട് രേഖപ്പെടുത്തിയ പല മണ്ഡലങ്ങളിലും അത് 56-57% വല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നാണ്. അപ്പൊ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യക്കുറവ്, അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തത്, അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഇത് മുഴുവനും കോൺഗ്രസിന് ഗുണം ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സാധാരണക്കാർക്കിടയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വിശ്വാസ്യത ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ കാണുന്നതും എന്ന തരത്തിലൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ചൈനീസ് ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റും ബ്രിട്ടനൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധ്യത ആർക്കാണ്, ഏത് രീതിയിലാണ് വരിക എന്നൊക്കെ BBC അടങ്ങുന്ന, അൽ ജസീറ അടങ്ങുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ ഈ NDA മുന്നണിക്ക് ഇനിയൊരു അവസരം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും കോൺഗ്രസിൽ ഊന്നിയിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നുള്ളതുമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു രൂപം നൽകാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ചാനലുകൾക്ക് നൽകുന്നത്. ഈ ചാനലുകളൊക്കെ ശ്രമിക്കുന്നതും അവർ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നതും BBC ഇന്ത്യ ഗവൺമെന്റും തമ്മിലൊന്നും നല്ല ബന്ധമല്ലാത്തത് കൊണ്ട് അതേപോലെ തന്നെ അൽ ജസീറയ്ക്ക് വിസ അനുവദിച്ചിട്ടില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിലും സത്യസന്ധമായ രീതിയിലും റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ രണ്ടാം ഘട്ട പോളിംഗ് ആണ് വരുന്നത്. ഏപ്രിൽ 26 അടുത്ത ദിവസം വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ, ഇതിൽ പ്രധാനമായിരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പിൽ ഭാഗധേയത്വം വഹിക്കുന്നവരാണ്. അതിൽ ആസാം പെടുന്നുണ്ട്. ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മണിപ്പൂർ, ത്രിപുര, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ജമ്മു ആൻഡ് കാശ്മീർ. ഇത്രയും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മാസം 26 വരാൻ പോകുന്നത്. അത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും ലോക്പോൾ സർവേ പറയുന്നു ഇവിടെ മുഴുവനും
കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിൽ മെജോറിറ്റി ഉണ്ടാകുമെന്നാണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ NDA വലിയ രീതിയിലുള്ള ലീഡും മുന്നേറ്റവും നടത്തിയ ആ പ്രദേശങ്ങളിൽ മുഴുവനും വലിയ ഇടിവുകൾ നടന്നിരിക്കുന്നു. ആ ഇടിവ് മുഴുവൻ കോൺഗ്രസിന് ഗുണമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണമായിട്ട് വരും എന്നും മാത്രമല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് മാറാനും സാധ്യതയുണ്ട്. മുന്നണി ഭരണത്തോട് കൂടിയിട്ട് മൂന്നാം ഘട്ടത്തിൽ BJPക്ക് ലഭ്യമാകില്ല എന്നുള്ളതും അത് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്നാം ഘട്ടത്തിലൊന്നും BJPയെ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യ സഖ്യത്തിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കുമാണ് എത്തി നോക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഇത്തരം റോഡ് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു പ്രകടന പത്രിക കൃത്യമായ രീതിയിൽ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് NDA മുന്നണിക്ക് സാധിച്ചിട്ടില്ല എന്ന ആരോപണം ഇതിനിടയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ മഹാഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണക്കാരാണ്, അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഭാവിയിൽ ഗുണപരമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വരിക. 1,00,000 രൂപ പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകുമെന്നുള്ളത് കോൺഗ്രസ് പ്രസ്താവിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പരാമർശങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു രാജ്യം എന്ന നിലക്ക്, ശ്രദ്ധേയമായിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഈ രാജ്യത്തിലുണ്ടാകുന്ന ഭരണമാറ്റങ്ങളും ഭരണ നിലനിൽപ്പൊക്കെ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് ഇവിടുത്തെ ഭരണങ്ങളും ഇവരുടെ സമീപനങ്ങളും നിലപാടുകളും ഒക്കെ മുന്നോട്ടുള്ള മറ്റു രാജ്യത്തിന്റെ അതിർ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതിലൊക്കെ വലിയ സ്വാധീനം എല്ലാ കാലത്തും ചെലുത്തിയിരിക്കുന്നു എന്നതിനാൽ തന്നെ ഇവിടുത്തെ ഒരു ഭരണത്തിന് തുടർച്ചയോ ഭരണമാറ്റങ്ങളോ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവരുക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയവും ജനാധിപത്യ സംവിധാനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വ്യക്തിപരമായ രീതിയിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും അവരുടെ സ്വാധീനവും അവരുടെ ഇടപെടലുകളും അവരുടെ സമീപനങ്ങളും എല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ആര് ഭരിക്കും എന്ന തരത്തിലുള്ള പ്രത്യേക ഒരു ക്യാമ്പയിൻ തന്നെ BBC പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകൾ തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകൾ എങ്ങനെയാണ്, അവിടുത്തെ ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് BJPക്ക് സ്വാധീനം എത്രത്തോളം ഉണ്ട്, എത്രയൊക്കെ സീറ്റിൽ ആരൊക്കെ മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കൊടുത്തതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയപരമായിരിക്കുന്ന ഗുണമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് വല്ലാത്തൊരു ചർച്ച ചെയ്യുന്നത്. 80 സീറ്റ് വളരെ നിർണായകമായിരിക്കുന്ന സീറ്റാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 10 താഴെ സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. ബാക്കി മുഴുവൻ സീറ്റുകളും ലഭ്യമായത് BJPക്കാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് ലഭ്യമാകുന്ന സീറ്റ് ഭരണത്തിന് വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. അവിടെ മുഴുവനും ആ മേഖല മുഴുവനും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന മറ്റുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒത്തുകൂടുകയും അതോടൊപ്പം തന്നെ NDA മുന്നണിയെ മറന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ്, അല്ലെങ്കിൽ അത്തരമുള്ള ഒരു സമീപന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ അവിടെ 20-നോട് ചേർന്നുള്ള സീറ്റോ BJP കിട്ടാൻ സാധ്യതയുള്ളൂ. 75% വോട്ടും ഉത്തർപ്രദേശ് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുകയാണ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അത് രാജ്യത്തുള്ള ഭരണമാറ്റത്തിന് വലിയ രീതിയിലുള്ള പങ്കുവയ്ക്കും. അതോടനുബന്ധിച്ച് തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര മേഖലയിലൊക്കെ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ സ്വാധീനം ഉണ്ടാവും. പ്രാദേശിക പാർട്ടികൾ മുഴുവനും ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു എന്നതിനാൽ BJPക്കെതിരെ വോട്ടായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാവും. ആ ഭരണമാറ്റത്തിന് വല്ലാതൊന്നും കാലതാമസമില്ല എന്ന തരത്തിലൊക്കെയാണ്. ഇതോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വർഗീയ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ ഒരിക്കലും BJPക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇതിന് കൃത്യമായ രീതിയിൽ മറുപടി BJPക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് എതിർപക്ഷത്ത് അതിന് വലിയ ഗുണമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശികപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഭരണത്തിൽ വരണം എന്ന് ചിന്തിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മീഡിയ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള സമ്പന്ന വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് ഇന്ത്യയെ പെടുത്താത്ത രീതിയിൽ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ ഒരു ഭരണമാറ്റമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ 10 വർഷം അത്ര സംതൃപ്തിയുള്ള ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ലഭ്യമായിരിക്കുന്ന വോട്ട് തന്നെ 33.35% വോട്ടുകളാണ്. ബഹുഭൂരിപക്ഷം വോട്ടുകളും
NDA സഖ്യത്തിന് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ BJP അധികാരത്തിൽ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് മതേതര വോട്ടുകളൊക്കെ ചിതറിപ്പോയി. പരസ്പരം വ്യത്യസ്തമായിരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടത്തി, അവരങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പരീക്ഷിച്ചു. ആ ശക്തി പരീക്ഷിച്ചതിൻ്റെ ഇടയിലൂടെ BJP അധികാരത്തിലേറി എന്നുള്ളതാണ് എനിക്ക് കൃത്യമായിരിക്കുന്ന സത്യം. ആ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലോക് പോൾ സർവേ പറയുന്നു, മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന രീതിയിലേക്ക് തന്നെ പോകാമെന്നും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം NDAക്ക് ഭരണം ലഭ്യമാകില്ല എന്നുള്ള ലോക് പോൾ സർവേയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ച അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അത് കൃത്യമാണ് എന്ന് ശരിപ്പെടുത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.